നമസ്കാരം, ഞാൻ വൃന്ദ അരുൺ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. വിവാദത്തിൽ നിന്ന് വിധിയിലേക്ക്. തിരുവനന്തപുരം ലാ അക്കാദമി ലാ കോളേജിൽ പ്രിൻസിപ്പൽ ലക്ഷ്മി നായരെ പുറത്താക്കുന്ന വിഷയം സ്വന്തം കോർട്ടിലാക്കിയ സർക്കാർ അന്തിമ തീരുമാനത്തിന്റെ സമ്മർദ്ദത്തിൽ. രാജിക്ക് പകരം ലക്ഷ്മി നായരെ അവധിയിൽ നിർത്തി വിദ്യാർത്ഥി സമരം തണുപ്പിക്കാനും നീക്കം. പ്രിൻസിപ്പലിനെ പുറത്താക്കാതെ ഒത്തുതീർപ്പിന് ഇല്ലെന്ന് വിദ്യാർത്ഥികൾ. ലാ അക്കാദമിയുടെ പരീക്ഷാ ചുമതലകളിൽ നിന്ന് ലക്ഷ്മി നായരെ 5 വർഷത്തേക്ക് വിലക്കി സിൻഡിക്കേറ്റ് തീരുമാനം വന്നത് ഇന്നലെ. പുറത്താക്കൽ വിഷയത്തിൽ അംഗങ്ങൾ തമ്മിലെ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് വിഷയം സർക്കാരിന് വിട്ടത് പ്രമേയം വോട്ടിനിട്ട് പാസാക്കി. പ്രതിശ്രുത പുത്രവധുവിന് ലക്ഷ്മി നായർ അനർഹമായ ഇന്റേണൽ മാർക്ക് നൽകിയ കാര്യം സർവകലാശാലയുടെ പരീക്ഷാ വിഭാഗം അന്വേഷിക്കും. ലാ അക്കാദമിയിലെ പരീക്ഷാ ക്രമക്കേടുകൾ സംബന്ധിച്ച പ്രശ്ന പരിഹാരത്തിന് 3 അംഗ സ്ഥിരം സമിതിക്കും സിൻഡിക്കേറ്റ് നിർദ്ദേശം. ഉശിരേറുന്ന ഉത്തരദേശം. UP-യിൽ 1-ാം ഘട്ട ജനവിധിക്ക് ഒരാഴ്ച മാത്രം ശേഷിക്കെ പ്രചരണ ചൂടുയർത്താൻ ഇന്ന് അഖിലേഷ് രാഹുൽ സംയുക്ത വാഹന റാലി. സഖ്യ സന്ദേശം സാധാരണക്കാരിലെത്തിക്കാൻ ലക്നൌവിൽ നേതാക്കളുടെ സംയുക്ത വാർത്താ സമ്മേളനം. സഖ്യം യാഥാർത്ഥ്യമായതിനു ശേഷം ഇരുവരും നടത്തുന്ന ആദ്യ വാർത്താ സമ്മേളനത്തിൽ സംയുക്ത പോസ്റ്ററും പുറത്തിറക്കും. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇരു നേതാക്കളും ഒന്നിച്ച് പങ്കെടുക്കുന്നത് 14 റാലികളിൽ. മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലൂടെ കടന്നുപോകുന്ന റോഡ് ഷോ സഖ്യത്തിന് കൂടുതൽ ഗുണം ചെയ്യുമെന്ന് വിലയിരുത്തൽ. അഖിലേഷ് രാഹുൽ വാഹന റാലിക്ക് പുറമെ പ്രചരണത്തിന് പ്രിയങ്ക ഡിംപിൾ യാദവ് സംയുക്ത റാലിയും. സമാജ്വാദി കോൺഗ്രസ് സഖ്യം പ്രചരണവുമായി മുന്നേറവേ സംസ്ഥാന വികസനം മുഖ്യ അജണ്ടയാക്കി BJP പ്രകടന പത്രിക. അധികാരത്തിലെത്തിയാൽ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് പ്രഖ്യാപനം. കാർഷിക വികസനത്തിന് 150 കോടിയുടെ പദ്ധതി. UP-യിൽ 3-2 ഭൂരിപക്ഷത്തോടെ അധികാരം പിടിക്കുമെന്ന് BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷാ. ഹുങ്ക് കാട്ടുന്ന ട്രംപ്. ട്രംപിന്റെ അഭയാർത്ഥി വിരുദ്ധ മുസ്ലിം വിരുദ്ധ നടപടിക്കെതിരെ ലോകത്തിന്റെ പ്രതിഷേധം. യുദ്ധഭൂമിയിൽ നിന്ന് പലായനം ചെയ്യുന്നവർക്ക് അഭയം നൽകുന്ന പാരമ്പര്യം അമേരിക്ക പിന്തുടരുമെന്ന് ഐക്യരാഷ്ട്ര സംഘടന. അതിനിടെ അഭയാർത്ഥികൾക്കും 7 മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവർക്കും ട്രംപ് ഏർപ്പെടുത്തിയ വിലക്കിന് ഫെഡറൽ കോടതിയുടെ താൽക്കാലിക സ്റ്റേ. പുതിയ ഉത്തരവ് അമേരിക്കയിൽ കുടിയേറ്റവും ഭീകരപ്രവർത്തനവും തടയുന്നതിന്റെ ഭാഗമായെന്ന് ട്രംപിന്റെ വിശദീകരണം. അഭയാർത്ഥികൾ അമേരിക്കയിൽ പ്രവേശിക്കുന്നതിനുള്ള വിലക്ക് 4 മാസത്തേക്കും മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവർക്ക് 3 മാസത്തെ വിലക്കും. പ്രവേശന നിരോധനം ഇറാൻ, ഇറാഖ്, സിറിയ, ലിബിയ, സൊമാലിയ, സുഡാൻ, യമൻ എന്നീ രാജ്യങ്ങൾക്ക്. വിലക്ക് നിലവിൽ വന്നതോടെ വിമാനത്താവളങ്ങളിൽ അമേരിക്കൻ യാത്രക്കാർക്ക് കർശന പരിശോധന. നടപടി പ്രതിഷേധാർഹമെന്ന് ജർമ്മനിയും ഫ്രാൻസും. രാജ്യത്തിനാവശ്യം അമേരിക്കയെ സ്നേഹിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നവരെ മാത്രമെന്ന് പ്രസിഡന്റ് ട്രംപ്. സ്വപ്നം പോലൊരു മത്സരം. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസിൽ ഇന്നത്തെ സ്വപ്ന പോരാട്ടത്തിന് കാത്ത് ടെന്നീസ് പ്രേമികൾ. കാലം കാത്തുവച്ച വേദിയിൽ നേർക്കുനേർ മത്സരം ഇതിഹാസ താരങ്ങളായ റാഫേൽ നദാലും റോജർ ഫെഡററും തമ്മിൽ. ലോകതാരങ്ങളുടെ ഗ്രാൻഡ് സ്ലാം ഫൈനൽ പോരാട്ടം 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2-നാണ് മത്സരം. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ഫൈനലിൽ സഹോദരി വീനസിനെ വീഴ്ത്തി സെറീന വില്യംസ് ലോക കിരീടം ചൂടിയത് ഇന്നലെ. 23-ാം ഗ്രാൻഡ് സ്ലാം കിരീടധാരണത്തോടെ സെറീന തിരുത്തിയത് സ്റ്റെഫി ഗ്രാഫിന്റെ റെക്കോർഡ്. സ്വപ്നജയത്തോടെ ലോക 1-ാം നമ്പർ താരപദവി വീണ്ടും സെറീനയ്ക്ക് സ്വന്തം. ചിറകേറുന്ന സ്വപ്നങ്ങൾ. മധ്യ തിരുവിതാംകൂറിന് ചിറകു നൽകുന്ന പുതിയ എയർപോർട്ട് പദ്ധതിക്ക് ജന്മം നൽകിയ രാജീവ് ജോസഫിന് ഇൻഡോ ബ്രിട്ടീഷ് എക്സലൻസ് പുരസ്കാരം. ആറന്മുള എയർപോർട്ട് പദ്ധതി പരാജയപ്പെട്ട സാഹചര്യത്തിൽ ജനകീയ സഹകരണത്തോടെ പുതിയ വിമാനത്താവളം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾക്കാണ് ഉന്നത ബഹുമതി. ഗ്ലോബൽ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് രാജീവ് ജോസഫിനുള്ള പുരസ്കാരം ലണ്ടനിലെ ബ്രിട്ടീഷ് പാർലമെന്റിൽ നടന്ന ഇൻഡോ ബ്രിട്ടീഷ് ബിസിനസ് മീറ്റിൽ സമ്മാനിച്ചത് ലോക്ടൺ ടൗൺ കൗൺസിൽ ഡെപ്യൂട്ടി മേയർ. ഇൻഡോ ഹെറിറ്റേജ് ഇന്റർനാഷണൽ എയറോപോളിസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിലാണ് ആറന്മുളയിലെ പുതിയ എയർപോർട്ട് പദ്ധതി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.